ഒരുപാട് സ്ട്രെസ്സുള്ള ആളുകളിലും നമ്മൾ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് ഈ സാധാരണത്തെ പോലെ വയറിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്, അതേപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാര്യങ്ങൾ വരിക. ഈ വയറിൻ്റെ അസിഡിറ്റി അതേപോലെ തന്നെ മൈൻഡും ഈ മൈഗ്രെയിനും തമ്മിൽ ബന്ധങ്ങളുണ്ടോ? ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. അതേപോലെ തന്നെ ഇത് ഇത്ര ഒരുപാട് സ്ട്രെസ്സുള്ള ആളുകളിലും നമ്മൾ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് ഈ സാധാരണത്തെ പോലെ വയറിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്, അതേപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാര്യങ്ങൾ വരിക. ഈ വയറിൻ്റെ അസിഡിറ്റി അതേപോലെ തന്നെ മൈൻഡും ഈ മൈഗ്രെയിനും തമ്മിൽ ബന്ധങ്ങളുണ്ടോ? ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. അതേപോലെ തന്നെ ഇത് ഇത്ര പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊക്കെ പല തോന്നലുകളും പല ആളുകൾക്കും ഉണ്ടാവും. ഈ മൈൻഡും അതേപോലെ ഈ തലവേദന അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്തുകൊണ്ട് മൈഗ്രെയിൻ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സും മൈഗ്രെയിനും രണ്ടും എന്താ പറയുക ബ്രെയിൻ റിലേറ്റഡ് മൈൻഡ് റിലേറ്റഡ് ആണെന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് അപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതൽ അപ്പോൾ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൾസർ പോലെ ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകില്ല, അൾസർ പോലെ സ്ട്രെസ്സ് കാരണം അൾസർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പല ഡൗട്ട്സുകൾ പല ആളുകൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി നമ്മൾ സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് മെൻ്റൽ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് സ്ട്രെസ്സ് പലതരത്തിലുണ്ട്. മെൻ്റൽ സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് ഞാനത് മനസ്സിലാക്കി സിമ്പിളായിട്ട് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു സിമ്പിളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഒരു റോട്ടിലൂടെ വാഹനത്തിൽ ഒരു ബൈക്കിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് മുന്നിലൂടെ ഒരു കുറുകെ എന്താ ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ച എന്തോ വട്ടം ചാടി മുന്നിലൂടെ പോയി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്രേക്ക് പിടിക്കും അല്ലേ? പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്തും പെട്ടെന്ന് എന്ത് ചെയ്യും, നിന്നിട്ട് നമ്മുടെ ആ ഒരു സമയത്ത് ഉള്ളിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലൊരു കാളിച്ച ഉണ്ടായിരിക്കും. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഗതി. അതായത് നമ്മൾ ആ പൂച്ച അല്ലെങ്കിൽ ആ നായ കുറുകെ ചാടിയ സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് സഡൻ ബ്രേക്ക് കണ്ട് പിടിച്ച് ആ സമയത്ത് തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വയറിൽ നിന്ന് എന്തെങ്കിലും ഒരു കാളിച്ച വയറ് കാളിച്ച പോലെ ഒരു ഫീലിംഗ് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ആക്ച്വലി നമ്മളോട് ശ്രദ്ധിക്കുന്ന വിഷയം എന്താ അറിയുമോ, നമ്മളവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ വയറ്റിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് നമ്മൾ കണ്ടു എന്നല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? വയറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മൈൻഡും വയറും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡ് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല, നല്ലൊരു ടെൻഷനാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റിയാണ്. ഈ രണ്ട് കണ്ടീഷനിൽ എന്തുണ്ടായിരിക്കും, ഈ പറഞ്ഞതുപോലെയുള്ള ഡിപ്രസ്ഡ് കണ്ടീഷനിലും വരും, ചിലപ്പോൾ ആങ്സൈറ്റി വരുന്ന കണ്ടീഷനിലൊക്കെ വരും. മാനസികമായിട്ട് സ്വസ്ഥമായിട്ട് നിലനിൽപ്പില്ല ഒരു മനുഷ്യനെങ്കിൽ അവന് ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളുണ്ടാകും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്ന ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. നമ്മളവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത്. മൈഗ്രെയിൻ സ്ട്രെസ്സ് കൊണ്ട് ഒരു റീസൺ എന്ന് മാത്രം. സ്ട്രെസ്സ് അല്ലാതെ തന്നെ ഡയറ്റ് പ്രോപ്പർ അല്ലാത്തവർക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ അതുപോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ H. പൈലോറി ഇൻഫെക്ഷൻ കാരണം ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് മൈഗ്രെയിൻ വരാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള റീസൺ ആണെങ്കിലും ശരി അതിനൊക്കെ ഒരു തുടക്കം അല്ലെങ്കിൽ അത് മൈഗ്രെയിനിൻ്റെ ഒരു കണക്ഷൻ എപ്പോഴും വയറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് വയറ്റിൽ നിന്ന് ഛർദി വരാൻ കാരണം അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ആ സ്റ്റൊമക്കിൽ എന്ത് നടക്കുന്നുണ്ട്, ഒരാൾക്കൊരു മൈഗ്രെയിൻ ഉണ്ട്, അപ്പോൾ അയാളുടെ വയറ്റിൽ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഹൈപ്പർ അസിഡിറ്റി വളരെ കൂടുതലാണ്. ഒരു വലിയൊരു ശതമാനം കേസുകളാട്ടോ മൈഗ്രെയിൻ പല റീസൺ കൊണ്ട് ഉണ്ടാക്കുന്നു. പക്ഷേ അതിൽ മെജോറിറ്റി കേസിൻ്റെ വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ ടെൻഷൻ വരുന്ന സമയത്ത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സിട്രസ് ഫ്രൂട്ടുകൾ കൂടുതൽ ഉപ്പിലിട്ടത് കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതൊക്കെ കഴിച്ചാൽ, ചില മെഡിസിൻ NSAIDs പോലെയുള്ള ചില മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഹൈപ്പർ സെക്രീഷൻ നന്നായിട്ടുണ്ടാകും. അതായത് ആസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ വയറ്റിൽ ദഹനം നടക്കാൻ ആസിഡിൻ്റെ പ്രസൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിനൊരു നോർമൽ ലിമിറ്റഡ് വാല്യൂ ഉണ്ട്. കൂടാനും പാടില്ല,
കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും, കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാൻ പ്രയാസം, വയറ് വീർത്തത് പോലെയുള്ള ഒരു അസ്വസ്ഥത, ഭക്ഷണത്തോടൊന്നൊരു താല്പര്യമില്ല, അങ്ങനെ ഒരു പൊണ്ണത്തടിയൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ. പക്ഷേ എന്താ പരിശോധന ഒന്നും ശരിക്കും കിട്ടില്ല, നല്ല കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നല്ല കീഴ്വായി, നല്ല സ്മെല്ലിൽ പോകും, ഭയങ്കര ഒരു ഹെവിനെസ് പോലെയൊക്കെ ഫീൽ ചെയ്യുക, ചില സമയങ്ങളിൽ വയറ്റിനൊക്കെ ഒരു വേദന പോലെയൊക്കെ തോന്നുക. ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ ആളുകൾക്ക് ഉണ്ടായിരിക്കും. അത് കൂടുതൽ ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി കുറഞ്ഞ കണ്ടീഷനാണ്. കൂടുതലായിട്ട് ഈ PPI പോലെയുള്ള അൻറ്റാസിഡൊക്കെ കൂടുതൽ ക്രോണിക്കായിട്ട് എടുക്കുന്ന കണ്ടീഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ അസുഖം കൂടുതൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ കൂടുതൽ വർക്കൗട്ടുകളൊന്നും ചെയ്യുന്നില്ല, അധ്വാനങ്ങളൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈപ്പോ അസിഡിറ്റിക്കുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദഹനക്കേട് നന്നായിട്ടുണ്ടായിരിക്കും, കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ നല്ല സമയമെടുക്കുക, മലത്തിൽ എന്ത് ചെയ്യും ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഹൈപ്പർ അസിഡിറ്റി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. നല്ല വയറ് കാളിച്ചുണ്ടായിരിക്കും, നല്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ ഒന്നും കഴിക്കാത്തൊരു ഫീൽ, അതായത് ഇനിയും കുറേ ഭക്ഷണം വേണമെന്നുള്ളൊരു ഫീലിംഗ് ടെൻഡൻസി കൂടുതലായിട്ടുണ്ടായിരിക്കുക. പിന്നെ ഒരു വൊമിറ്റിങ് വരും, ഛർദ്ദിക്കാൻ വരും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരും, വയറ് എരിച്ചിലും പുകച്ചിലും, അങ്ങനെ ആകെ വളരെ അസ്വസ്ഥതമായിട്ടുള്ളൊരവസ്ഥ അവർ. അത് ഹൈപ്പർ അസിഡിറ്റി കൂടുതലുള്ള ആളുകൾക്കാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ മൈഗ്രെയിൻ്റെ കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഹൈപ്പർ അസിഡിറ്റി എന്നുള്ളൊരു കണ്ടീഷനിൽ ഉണ്ടാകില്ല. അതിലും തന്നെ ഈ അസിഡിറ്റിക്ക് പ്രധാന റീസൺ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെതും ഒക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കേസ് എച്ച് പൈലോറിക് എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യും ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഫാക്ടറാണ് ആക്ച്വലി നമ്മൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ സ്ട്രെസ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. സ്ട്രെസ്സ് കാരണമായിട്ട് എന്ത് ചെയ്യും നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ഗ്യാസ്ട്രിൻ്റെ പ്രൊഡക്ഷൻ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്യും HCl നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും അവിടെയുള്ള വയറ്റിലുള്ള എൻവയോൺമെൻറ്റ് നന്നായിട്ട് മാറ്റങ്ങൾ വരും. ഈ എച്ച് പൈലോറിക് എന്ത് ചെയ്യും ആക്റ്റീവായിട്ട് വരും. നമ്മുടെ ബോഡിയിൽ ഒരു ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാകുന്ന പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എച്ച് പൈലോറിക് ബാക്ടീരിയ എന്നുള്ളത്. ചില ആളുകൾക്ക് അത് ആക്റ്റീവ് ഫോമിൽ ഉണ്ടാകും, ചില ആളുകൾക്ക് അത് ഇനാക്റ്റീവ് ഫോമിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആക്റ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ട്രെസ്സുള്ള ആളുകൾക്ക്. അപ്പോൾ സ്ട്രെസ്സ് കൂടുതലായിട്ട് നിങ്ങൾ മെൻ്റൽ സ്ട്രെസ് ഉണ്ട്, ഉറക്കൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ട് വരും. ഈ ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അൾസർ, മൗത്ത് അൾസർ ചിലപ്പോൾ കാണും, വയറ്റിൽ പുണ്ണ് കാണും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദന വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛർദ്ദിക്കാൻ വരിക, ക്ഷീണം വരിക, വയറുവേദന വരിക, ചിലപ്പോൾ നല്ല ലൂസ് സ്റ്റൂളൊക്കെ എന്ത് ചെയ്യും പാസ് ഔട്ട് ചെയ്ത് വരും, ചിലപ്പോൾ നല്ല കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് ഉണ്ടാകുക, ബാക്ക് പെയിൻ വരും, സ്ത്രീകളാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടാകും, ലൂക്കോറിയൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഉറക്കം കുറവാണ്, സ്ട്രെസ്സ് കൂടുതലാണ് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഹൈപ്പർ അസിഡിറ്റിയാണ് നമ്മൾ പരിണിത ഫലമായിട്ടുണ്ടാകുക. ഈ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത് കാരണമായിട്ടാണ് ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ഡിയോഡിനത്തിലേക്ക് കടക്കുന്ന, അതായത് വയറ്റിൽ നിന്ന് ചെറുകുടലിലേക്ക് പാസ് ഔട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് റിസപ്റ്ററുകളുണ്ട്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റിസപ്റ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ അസിഡിറ്റി ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ, വയറ്റിൽ അസിഡിറ്റി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസപ്റ്ററിലേക്ക് അബ്നോർമൽ സിഗ്നലുകളാണ് വരിക. അപ്പോൾ ഈ ഒരു അബ്നോർമൽ സിഗ്നൽ കാരണമായിട്ടാണ് പലപ്പോഴും മൈഗ്രെയിൻ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, അത് തലവേദന അങ്ങേയറ്റം പീക്കിലെത്തിക്കഴിഞ്ഞാൽ, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ, വയറ്റിലുള്ള ഒരു മഞ്ഞവെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ലൊരു ആശ്വാസം ഉണ്ടാകും, നല്ലൊരു മനസ്സമാധാനത്തോടെ കുറച്ച് അടങ്ങിയിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അറിയാൻ കൂടുതൽ എന്താ പറയുക ലൈറ്റ് പറ്റില്ല, യാത്ര കൂടുതൽ പറ്റില്ല, ആ സമയത്തൊക്കെ ബോഡിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ എന്താ പറയുക ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈപ്പർ സ്റ്റേറ്റിലേക്കാണ് ബോഡി പലപ്പോഴും എത്തുക. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കൽ, ഒരു സൈഡിൽ ആരും കാണാണ്ട്, സൗണ്ട് കേൾക്കാണ്ട്, വെളിച്ചം കാണാതെ എന്ത് ചെയ്യും ഒരു ഒതുങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു മുക്കിൽ ഒതുങ്ങി കിടക്കാൻ നോക്കുക. എന്താ പറയുക
ഒരു കൂളിംഗ് എപ്പോഴും നമ്മൾ ബോഡി അപ്പോൾ ആഗ്രഹിക്കും. അപ്പോൾ ഹൈപ്പറായിട്ട് ടെൻഷനുള്ളവർക്ക്, ഹൈപ്പറായിട്ട് ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെയാണ് ഇത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് കുറക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ആസിഡിറ്റി കുറയും, ഈ പറഞ്ഞതുപോലെ ഛർദി ഉണ്ടായിരിക്കില്ല, ഈ പറഞ്ഞതുപോലെ തലവേദന ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മൈഗ്രെയിൻ ഉള്ളവരോട് പറയാറുണ്ട് സ്ട്രെസ് ഒഴിവാക്കണം, നന്നായിട്ട് ഉറങ്ങണം, പിന്നെ അതുപോലെ ഭക്ഷണത്തിൽ അമിതമായിട്ട് അസിഡിറ്റി ഉള്ളത്, അമിതമായിട്ട് എരിവുള്ളതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. സ്ട്രെസ് ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പാട്ടാക്കി കൊണ്ടുവരണം. ഇതൊരു ആക്ച്വലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ വരുന്നൊരു കാറ്റഗറിയിൽ വരുന്നൊരു സംഗതിയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്ത് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ഉറക്കം പ്രോപ്പർ അല്ല, ആ ഒരു സമയത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളായി കൂടുതലായിട്ട് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തുടക്കത്തിൽ കുറച്ച് മെഡിസിൻസ് എടുത്ത് നല്ല ഉറക്കമൊക്കെ വരുത്തി നല്ല രീതിയിൽ മറ്റു ടെൻഷനുകൾ കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിയിട്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, അതിന് മറ്റു പല ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്ട്രെസ്സ് മാറ്റി വെച്ചാൽ എന്ത് ചെയ്യും? വയറ്റിലുള്ള അസിഡിറ്റി കുറയും. ആ അസിഡിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈപ്പർ സെക്രീഷൻസ് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ദഹനത്തിലൊക്കെ നോർമലായിട്ടും വയറിൻ്റെ അവസ്ഥ നോർമലാകും, വയറിലുള്ള എൻവയോൺമെൻറ്റ് നോർമലാകുമ്പോൾ അബ്നോർമലായിട്ടുള്ള സിഗ്നലുകൾ ബ്രെയിനിലേക്ക് പോകില്ല, നല്ല ആശ്വാസം ഉണ്ടായിരിക്കും, തലവേദന കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആളുകളാണ്. പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കും, മനസ്സിലാവും, ഓരോന്നെങ്കിലും സ്ട്രെസ് ഉണ്ടായിരിക്കും, ഉറക്കം കുറവായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഈ ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട്. പീരീഡ്സിൻ്റെ സമയത്ത് ചില ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ മെനോപോസിൻ്റെ സമയത്ത്, മെൻസ് നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ ബോഡിയിൽ ഹൈപ്പർ സെക്രീഷൻ, പലപ്പോഴും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമൂലം എന്ത് സംഭവിക്കാറുണ്ട്? ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു റീസണുകളാണ്, ഒരുപാട് കാരണങ്ങളാണ്. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി എന്നുള്ളത് തന്നെയാണ്. മോസ്റ്റ്ലി നമുക്ക് കേസുകൾ നോക്കിയാൽ അതിൻ്റെ റീസണുകൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമ്മുടെ വയറ്റിൽ ആ ഒരു എൻവയോൺമെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് എന്താ ചെയ്യുക? മറ്റു മെഡിസിൻസൊക്കെ ഒഴിവാക്കിയിട്ട്, വേദനക്കുള്ള പെയിൻ കില്ലേഴ്സൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് ഭക്ഷണവും കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ദഹനം ശരിയായ രീതിയിലില്ല. നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകൾ, ചീത്ത ബാക്ടീരിയകളൊക്കെ ഉണ്ട്, കുടലിൽ ഉള്ളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താ പറയുക, ഡിസ്ബയോസിസ് നടക്കുകയാണ്. അത് ചീത്ത ബാക്ടീരിയ കൂടുക, നല്ല ബാക്ടീരിയ കുറയുകയാണ്. അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മൈഗ്രെയിൻ നന്നായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ ഒരു റീസണുകളായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു മൈഗ്രെയിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ദഹനം റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ ആയിരുമ്പോൾ ഹൈപ്പർ അസിഡിറ്റി കുറയും. ഹൈപ്പർ അസിഡിറ്റി നോർമൽ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും. അതിന് കൂടെ തന്നെ ഗ്രാജ്വലി എന്ത് ചെയ്യും? ഈ പറഞ്ഞ തലവേദന കുറയും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു കുറഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 99% കേസുകൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് നല്ല ശതമാനം മാറിയിട്ടുണ്ട്, മെഡിസിൻ മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് 100% മാറിയ കേസുകൾ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓൺ ദ വേ ആണുള്ളത്, ഫോളോ അപ്പിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ട്രിക്ക് മാത്രമേ എന്തുള്ളൂ, നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മുടെ ബോഡിക്ക്, ഒരു സ്റ്റൊമക്കിന് കീപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് കീപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക്